സുന്ദരികളായ സ്ത്രീകൾ പുരുഷന്മാരെ ശല്യപ്പെടുത്തുമെന്നും അത് ബലാത്സംഗത്തിന് കാരണമാകുമെന്നും മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് എംഎൽഎ ഫൂൽ സിംഗ് പറയ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ആത്മീയ സൗഖ്യത്തിന് സമാനമാണെന്ന് എംഎൽഎ പറയുന്നത് വലിയ വിമർശനമാണ് ഫൂൽ സിംഗിനെതിരെ ഉയരുന്നത്. ഫന്ദറിൽ നിന്നുള്ള കോൺഗ്രസ് എംഎൽഎ ഫൂൽ സിംഗ് ബറേയുടെ വിവാദ പ്രസ്താവന മധ്യപ്രദേശിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് കാരണമായി. പാർട്ടി പരിധികളിൽ നിന്നും സാമൂഹിക സംഘടനകളിൽ നിന്നും ഇത് വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായത്. ഒരു മാധ്യമ അഭിമുഖത്തിൽ ബലാത്സംഗ കുറ്റകൃത്യത്തെ ജാതി മത വ്യാഖ്യാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പരാമർശങ്ങളാണ് ബറേലിയ നടത്തിയത്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലാണ് എംഎൽഎയുടെ വാക്കുകൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബലാത്സംഗത്തിന് ഇരയാകുന്നത് ആരാണ്? പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗങ്ങളാണ്. മാനസികാവസ്ഥ എന്തുതന്നെയായാലും ഒരു പുരുഷൻ റോഡിലൂടെ നടക്കുമ്പോൾ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടാൽ അത് അയാളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുകയും ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ബലാത്സംഗത്തിന്റെ സിദ്ധാന്തം. ഈ ജാതിയിൽപ്പെട്ട സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് തീർത്ഥാടന പുണ്യം ലഭിക്കുമെന്ന് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇനി പുരുഷന് തീർത്ഥാടനത്തിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ബദൽ? വീട്ടിലിരുന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, നിങ്ങൾക്ക് പുണ്യം ലഭിക്കും. ഇരുട്ടിലോ വെളിച്ചത്തിലോ സ്ത്രീയെ പിടികൂടി പുരുഷൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കും. പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾ സുന്ദരികൾ അല്ലെങ്കിലും അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു പുരുഷന് സ്ത്രീയുടെ സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് 4 മാസവും 1 വയസ്സുള്ള പെൺകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്യുന്നത്. ബറേയുടെ പ്രസ്താവനയെ തള്ളി മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിതു ഭടിയാരി രംഗത്തെത്തി. ബലാത്സംഗത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. കുറ്റവാളി മാത്രമാണ്. അതിനെ ജാതിയും മതവുമായി ബന്ധിപ്പിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അതേസമയം വിഷയത്തിൽ BJP കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്ത്രീകളെ സൗന്ദര്യത്തിന്റെ പേരിൽ അളക്കുന്നത് ദളിത് ആദിവാസി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ വിശുദ്ധമായി ചിത്രീകരിക്കുന്നത് സ്ത്രീവിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമാണെന്ന് BJP മീഡിയ ഇൻചാർജ് ആശിഷ് അഗർവാൾ പറഞ്ഞു. പരാമർശം പിൻവലിച്ച MLA പരസ്യമായി മാപ്പ് പറയണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.